നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിന് വെയിറ്റിംഗ് ഉണ്ട്. സൂപ്പർ സലാർ മൂവി നല്ല പടം. പടങ്ങളുണ്ട്, അടിപൊളി പടം. ക്യാഷ് ഉള്ളതുകൊണ്ട് സൂപ്പറായിരിക്കും. പൃഥ്വിരാജിന് നല്ലൊരു സ്ക്രീൻ സ്പേസ് കൊടുത്തതിൽ ഒരു മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. പൃഥ്വിരാജ് ബാൻ ഇന്ത്യൻ രാജുവേട്ടെങ്കിൽ സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്. ഇറ്റ് വാസ് ഗുഡ്. സെക്കൻഡ് പാർട്ടിന് നല്ല ഹൈപ്പ് ഉണ്ട്. പൃഥ്വിരാജിന് അടിപൊളി റോളാണ്. ഞാൻ തെലുങ്കാന കണ്ടത്, ഉഗ്രൻ സിനിമ. അടിക്കല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കി അങ്ങനെ കുറേ സീരിയൽ പക്ഷെ അതിൽ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫോട് അടുക്കുമ്പോഴാണ്, ഇൻ്റർവ്യൂലോട് അടുക്കുമ്പോഴാണ് നമ്മൾ പൃഥ്വിരാജൊക്കെ വരുന്നത്. പക്ഷേ അതോട്ട് ഇങ്ങോട്ട് ത്രൂ ഔട്ടുണ്ട്. മേക്കിങ്ങൊക്കെ അടിപൊളിയാണ്. നല്ല രീതിയിൽ ഒരു KGF വേറെ ലെവലാണ്. ഇത് വേറൊരു ജോണർ പടമാണ്. ഒരു നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിന് വെയിറ്റിംഗ് ആണ്. സൂപ്പർ സലാർ മൂവി നല്ല പടം. കൊള്ളാം. അടിപൊളി. നല്ല ഫിലിമോ? അടിപൊളിയാണ്. പടങ്ങളുണ്ട്, അടിപൊളി പടം. കൊള്ളാം, നല്ല പടം. കൊള്ളാം ബ്രോ. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ക്യാഷ് ഉള്ളതുകൊണ്ട് സൂപ്പറായിരിക്കും. പൃഥ്വിരാജിന് നല്ലൊരു സ്ക്രീൻ സ്പേസ് കൊടുത്തതിൽ ഒരു മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കാരണം ഇത്രയും ഒന്നുമില്ലെങ്കിലും ഈ സിനിമ എല്ലായിടത്തും കാണിക്കുമ്പോഴത്തേക്കും പൃഥ്വിരാജ് എന്നുള്ളൊരു മനുഷ്യനെ സ്ക്രീനിൽ നിറഞ്ഞു കാണാൻ പറ്റുന്നുണ്ട്. പൃഥ്വിരാജ് കൊള്ളാം. പൃഥ്വിരാജ് അടിപൊളി. പൃഥ്വിരാജ് ബാൻ ഇന്ത്യൻ രാജുവേട്ടെങ്കിൽ കൊള്ളാം, അടിപൊളി. KGFന്റെ സെയിം മേക്കിങ്. പിന്നെ പ്രശാന്ത് നീൽ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് എന്തോ ഒരു OCD എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന്. അല്ല, കുഴപ്പമില്ല. പക്ഷേ അവസാനത്തെ ഒരു 15 മിനിറ്റ്സ് നമ്മൾ എൻഗേജിങ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പടം ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗ് ആയിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് ഓൺ ആയിരുന്നു. പിന്നെ ശ്രുതി ഹാസന്റെ ക്യാരക്ടറൊക്കെ ഇച്ചിരി അനാവശ്യമായിട്ടാണ് തോന്നിയത്. ഇല്ലേ പിന്നെ എന്താണ് അഭിപ്രായം? ടൈമിങ് KGF 1 അത്ര എത്തിയില്ല പടം, പക്ഷേ കൊള്ളാം. അടിപൊളി പടമാണ്. പക്ഷേ KGFന് എത്ര ഹൈപ്പ് കൊടുത്തിട്ടുണ്ട് അവർ. KGF എത്രയൊന്നും വന്നിട്ടില്ല. ഒരു ഇനി സെക്കൻഡ് ഹാഫ് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി ഓഡിയൻസ് കവർ ചെയ്യും പടം. മൊത്തത്തിൽ പ്രശാന്ത് നീലൻ്റെ KGF, കാരണം നമ്മളിപ്പോൾ പറയല്ലേ, ഒരു അതിലൊരു പ്ലോട്ട് തന്നെ ബേസായി തന്നെ ഇതിലും വെച്ചേക്കുകയാണ്. ആ സെയിം പ്ലോട്ടാണ്, സെയിം സെൻറ്റിമെൻറ്റ്സ്. ഇതാണ് കുറച്ച് കാര്യങ്ങൾ മാറ്റി വേറൊരു ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നല്ലൊരു സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്. ഇറ്റ് വാസ് ഗുഡ്. നല്ല പടമാണ്. സെക്കൻഡ് ഹാഫിന് വേണ്ടി സെക്കൻഡ് പാർട്ടിന് വേണ്ടി നല്ല ഹൈപ്പ് ഉണ്ട്. പൃഥ്വിരാജിന് അടിപൊളി റോളാണ്. പ്രഭാസിൻ്റെ ഇൻ്റർവൽ പഞ്ച് ഒരു രക്ഷയില്ല. എന്തായാലും കാണേണ്ട പടമാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആണ്. സെക്കൻഡ് ഹാഫ് നല്ല കുഴപ്പമില്ലായിരുന്നു. ക്ലൈമാക്സ് നല്ലതാണ്. സെക്കൻഡ് പാർട്ടിലോട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാണാനായിട്ടുള്ളൊരിതുണ്ട്. ഞാൻ തെലുങ്കാന കണ്ടത്, ഉഗ്രൻ സിനിമ. ഒന്നും കൂടെ കാണാനുള്ളതുണ്ട് എന്തായാലും. ഗുഡ്, ഫൈൻ, സൂപ്പർ ബൈ. സൂപ്പറാണ്. ഒരു 3.5 ഔട്ട് ഓഫ് 5 പറയാം. കാരണം ഒരു തെറ്റില്ലാത്ത നല്ല ഒരു പടമാണ്. പ്രഭാസിന് വേണ്ടിയിട്ട് കാണാം കേട്ടോ. പ്രഭാസാണ് ത്രൂ ഔട്ട് ഉള്ളത്. പുള്ളിക്കാരന് വേണ്ടി കാണാം. പക്ഷേ KGF ആയിട്ട് ഒട്ടും കമ്പയർ ചെയ്യരുത്. KGF ഇസ് നോവെയർ റിലേറ്റഡ് ടു ദിസ്. പക്ഷേ വൺ ടൈം തിയേറ്ററിൽ ഇരുന്ന് കാണാം. ചില സീനുകളൊക്കെ ഉണ്ട്, നമുക്ക് ഭയങ്കരമായ ഗുഡ് ബംസ് തോന്നും. നമുക്ക് അടിക്കല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കി അങ്ങനെ കുറേ സീരിയൽ പക്ഷെ അതിൽ എടുത്തിട്ടുണ്ട്. KGF അതിനേക്കാൾ മേലൊന്നൊന്നുമല്ല, പക്ഷേ KGF വേറെ ലെവലാണ്. അതിൻ്റെ ആ ഒരു റേഞ്ച് ഇല്ലെങ്കിലും പാർട്ട് 2 ഫുൾ കഥയിരിക്കുന്നത്. നമ്മളൊരു എക്സൈറ്റ്മെൻറ്റ് ലെവലിൽ കൊണ്ട് നിർത്തി അങ്ങ് വെച്ചിരിക്കും. ആ ഒരു പടവും ബാക്കിയെല്ലാം ഒരു രക്ഷയില്ല. പൃഥ്വിരാജ് ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പം വളരെ മനോഹരമായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ആക്ടിങ്, പ്രഭാസിൻ്റെ ആക്ടിങ്ങും, പിന്നെ ചിലയിടത്ത് സ്ക്രിപ്റ്റ് ഒന്ന് റിഫൈൻഡ് ആവണമെന്നുണ്ടായിരുന്നു.